നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നിന്നും അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവരാന് ഒരുങ്ങുന്നത് നിരവധി യാത്രക്കാർ. തിരിച്ചുവരുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ കണക്കുകൾ. അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ 35,000-ഓളം ഇന്ത്യക്കാരാണ് സ്വദേശത്തേക്ക് മടങ്ങുക. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസിന്റെ ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷമുള്ള രണ്ടാം ഘട്ടം ഓഗസ്റ്റ് 18 മുതൽ ആരംഭിച്ചതോടെ പ്രതിദിനം 1000 യാത്രക്കാർ എന്ന മുൻധാരണ മാറ്റി പ്രതിദിനം 2500 പേരാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങുവാൻ ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 18 മുതൽ 31 വരെയുള്ള കാലയളവിൽ 160 വിമാനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പറക്കാൻ DGCA അനുമതി നൽകിയിരിക്കുന്നു. പ്രതിദിനം 2500 യാത്രക്കാരിൽ 1250 യാത്രക്കാരെ കുവൈറ്റ് ദേശീയ വിമാന കമ്പനികളും 1250 യാത്രക്കാരെ ഇന്ത്യൻ വിമാന കമ്പനികളുമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, ഗോ എയർ തുടങ്ങിയ കമ്പനികളാണ് ഇന്ത്യയിലേക്ക് സർവീസുകൾ നടത്തുന്നത്. ഓഗസ്റ്റ് 18 മുതൽ ഇന്ത്യയിൽ അമൃത്സർ, ഹൈദരാബാദ്, ചെന്നൈ, കൊച്ചി, കോഴിക്കോട്, ബംഗളൂർ എന്നിവിടങ്ങളിലേക്കാണ് വിമാന സർവീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതനുസരിച്ച് പുറപ്പെട്ടത്. കുവൈറ്റിൽ 2020 തുടക്കം മുതൽ സന്ദർശക വിസയിലെത്തിയവർക്ക് കുടുംബ വിസയിലേക്ക് മാറ്റാൻ ഇനി അനുവദിക്കില്ല. ഇത് സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ബന്ധപ്പെട്ട താമസ കുടിയേറ്റ വിഭാഗത്തിന് കൈമാറിയതായും സർക്കാർ വക്താവ് അറിയിക്കുകയും ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ സന്ദർശക വിസയിലെത്തിയവരുടെ വിസ കാലാവധി ഓഗസ്റ്റ് 31 വരെ നീട്ടി നൽകി. എന്നാൽ ഇവരുടെ വിസ മാറ്റം അനുവദിക്കില്ലെന്നും വക്താവ് വ്യക്തമാക്കി. രാജ്യത്ത് തുടരുന്ന സ്വദേശി വിദേശി ജനസംഖ്യ അസന്തുലിതത്വം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിസ നിയമത്തിൽ കാര്യമായ നവീകരണത്തിന് സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതോടെ നിലവിൽ രാജ്യത്ത് തുടരുന്ന വിദേശികൾക്ക് സ്വന്തം കുടുംബാംഗങ്ങളെ സന്ദർശക വിസയിൽ രാജ്യത്ത് കൊണ്ടുവന്ന ശേഷം കുടുംബ ആശ്രിത വിസയിലേക്ക് മാറ്റുന്നതിനുള്ള അവസരം നിൽക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.